Good morning, students. Alternative series method problem ചെയ്തു നോക്കാം. Problem ഇതാണ്. Use alternative series or Leibnitz test to check whether the following series converges or diverges. Question ഇതാണ്. Sigma k equal to 1 to infinity minus 1 raised to k plus 1 into k plus 3 by k into k plus 1. അപ്പോൾ ഈ സീരീസ് കൺവെർജ് ആണോ ഡൈവർജന്റ് ആണോ നോക്കണം. ഇത് ഒരു ആൾട്ടർനേറ്റീവ് സീരീസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് കൺവെർജ് ആണോ ഡൈവർജന്റ് ആണോ ചെക്ക് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഇതിൽ നിന്ന് യു കെ കണ്ടുപിടിക്കുക. എന്താണ് യു കെ? കെ പ്ലസ് 3 ബൈ കെ ഇൻറ്റു കെ പ്ലസ് 1. ഇനി യു കെ പ്ലസ് 1 കണ്ടുപിടിക്കുക. യു കെ പ്ലസ് 1 കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? കെക്ക് വരും കെ പ്ലസ് 1 കൊടുത്താൽ മതി. അപ്പൊ കെ ഇവിടെ കെക്ക് വരും കെ പ്ലസ് 1 കൊടുക്കുമ്പോൾ കെ പ്ലസ് 1 പ്ലസ് 3 ബൈ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 1 എന്താ ഈ കെ കാണുന്നിടത്തൊക്കെ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? കെ പ്ലസ് 1 കൊടുത്തു. ഇവിടെ താഴെ കെ കാണുന്നിടത്ത് കെ പ്ലസ് 1 കൊടുത്തു, കെ കാണുന്നിടത്ത് കെ പ്ലസ് 1 കൊടുത്തു. അപ്പൊ നമുക്ക് കിട്ടിയ സാധനം എന്താന്ന് നോക്കിയേ? കെ പ്ലസ് 4 ഡിവൈഡഡ് ബൈ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2. ഇനി ഇതിൽ ആരാണ് വലുത്? യു കെ പ്ലസ് 1 ആണോ വലുത്? യു കെ ആണ് വലുത്. അപ്പൊ യു കെ പ്ലസ് 1 ഇവിടെ എഴുതുന്നു. യു കെ പ്ലസ് 1 എന്താണ്? കെ പ്ലസ് 4 ബൈ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2. യു കെ എന്താണ്? കെ പ്ലസ് 3 ബൈ കെ ഇൻറ്റു കെ പ്ലസ് 1. ഇനി നമ്മൾ കെക്ക് എന്താ കൊടുക്കാൻ പോണേ? കെക്ക് 1 കൊടുക്കുന്നു. 1 കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കിയേ? ഇവിടെ 5 ഡിവൈഡഡ് ബൈ ഇവിടെ നമ്മൾ 1 കൊടുക്കുമ്പോൾ 2 ഇൻറ്റു 3 6. ഇവിടെ നമുക്ക് എന്താ കിട്ടണേ? കെക്ക് 1 കൊടുക്കുമ്പോൾ 4 ഡിവൈഡഡ് ബൈ ഇവിടെ 1 കൊടുക്കുമ്പോൾ 1 ഇൻറ്റു 2. കെക്ക് 1 കൊടുക്കുമ്പോൾ 1 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ 5/6 ഇവിടെ നമുക്ക് യു കെ പ്ലസ് 1 കിട്ടിയത് 5/6 ആണ്. യു കെ കിട്ടിയത് എത്രയാണ്? യു കെ കിട്ടിയത് 2 ആണ്. അപ്പൊ എന്താണ്? യു കെ പ്ലസ് 1 ലെസ് ദാൻ യു കെ. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. യു കെ പ്ലസ് 1 ലെസ് ദാൻ യു കെ എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നോക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ. ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ. അതായത് ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ കെ പ്ലസ് 3 ബൈ കെ ഇൻറ്റു കെ പ്ലസ് 1 ആണ്. ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കെ ഇൻഫിനിറ്റി കൊടുത്താൽ സംഭവിക്കുക ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി. ന്യൂമറേറ്ററിൽ നിന്ന് കെ നമ്മൾ പുറത്തേക്ക് എടുക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 പ്ലസ് 3 ബൈ കെ എന്ന് കിട്ടും. ഡിനോമിനേറ്ററിൽ നിന്ന് എന്ത് പുറത്തെടുക്കും? കെ ഇവിടെ ഉണ്ട്. ഒരു കെ കൂടി പുറത്തെടുത്ത് കഴിയുമ്പോൾ കെ ഇൻറ്റു കെ 1 പ്ലസ് 1 ബൈ കെ എന്ന് വരും. എന്താ? കെ ഇൻറ്റു 1 പ്ലസ് 1 ബൈ കെ എന്ന് വരും. ഇനി ഇതില് നമുക്ക് ഏതാണ് ക്യാൻസൽ ചെയ്ത് പോകുന്നത്? ഈ ഒരു കെയും ക്യാൻസൽ ചെയ്ത് പോകും. ഇനി കെ ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 3 ബൈ കെ എന്താവും? 0 ആയി പോകും. കെ ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ കെ എന്താവും? 0 ആവും. കെക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇതിന്റെ ഫൈനൽ ആൻസർ എന്താവും? 0 ആയിരിക്കും വരും. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തു. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ എന്നുള്ളത് 0 ആണ്. Therefore, since both the conditions are satisfied, series converges. എന്ന് പറഞ്ഞാൽ that is sigma k equal to 1 to infinity minus 1 raised to k plus 1 into k plus 3 by k into k plus 1 converges. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനലായിട്ട് കിട്ടുന്ന ആൻസർ കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക. അപ്പൊ ഈ പ്രോബ്ലത്തില് ആദ്യം നമ്മൾ എന്താ ചെയ്തത്? യു കെ എന്നുള്ളത് കണ്ടുപിടിച്ചു. പിന്നെ രണ്ടാമത് കണ്ടുപിടിച്ച് യു കെ പ്ലസ് 1 കെയുടെ സ്ഥാനത്ത് കെ പ്ലസ് 1 കൊടുത്തു. അങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? യു കെ പ്ലസ് 1 ആണോ യു കെ ആണോ വലുത് നോക്കി. അതിന് യു കെക്ക് 1 സ്റ്റാർട്ട് ചെയ്തു. 1 കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ യു കെ പ്ലസ് 1 5/6 കിട്ടി. യു കെ എന്നുള്ളത് 2 കിട്ടി. അപ്പൊ യു കെ പ്ലസ് 1 എന്താണ്? ലെസ് ദാൻ യു കെ എന്ന് കിട്ടി. യു കെ പ്ലസ് 1 എന്നുള്ളത് ലെസ് ദാൻ യു കെ എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ. കെ ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത് നോക്കിയേ? കെ പ്ലസ് 3 ബൈ കെ ഇൻറ്റു കെ പ്ലസ് 1. ഇത് ഇൻഫിനിറ്റി ഫോം ആണ്. കെ പുറത്തെടുത്തു. താഴെ നിന്ന് കെ പുറത്തെടുത്തു. അപ്പൊ കെ ബൈ കെ സ്ക്വയർ ആയി. ഇവിടെ 1 പ്ലസ് 3 ബൈ കെ 1 പ്ലസ് 1 ബൈ കെ. ഈ 3 ബൈ കെ എന്നുള്ളത് കെ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 0 ആയി പോകും. ഇത് 0 ആയി പോകും.
ഈ കെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. സിൻസ് ബോത്ത് ദ കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്, സീരീസ് എന്താണ്? സീരീസ് കൺവെർജസ് ആണ്. സീരീസ് കൺവെർജ് ആണ്. Therefore, sigma k equal to 1 to infinity minus 1 raised to k plus 1 into k plus 3 by k into k plus 1 എന്നുള്ളത് എന്താണ്? കൺവെർജസ് ആണ് കേട്ടോ. എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുക്കുക, ചെയ്ത് പഠിക്കും.